നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ നോക്കുക. വളരെ പരിചയമുള്ള ഒരു കാഴ്ചയാണിത്. ആ ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ അവിടുന്ന് ഒരു തേങ്ങ ഇങ്ങനെ വീഴുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഓരോ പോയിന്റിലും വെലോസിറ്റി കൂടിയാണ് താഴോട്ട് വീഴുക. ഒരു സെക്കൻഡിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് വെലോസിറ്റി മാറുന്നത്. ഇതിൻ്റെ പഠിക്കാനായി ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ സൂചിപ്പിക്കുകയാണ്. അത് O എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ടി ടൈമിൽ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുകയാണ്. ആ ടി ടൈമിൽ അത് എക്സ് എന്ന് ഞാൻ എഴുതുന്നു. T+Δt ആകുമ്പോഴത്തേക്ക് ഒരല്പം കഴിയുന്ന സമയം. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ് ഡെൽറ്റ ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡെൽറ്റ എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ പോയിന്റ് പി എന്നെടുക്കുന്നു, ഈ പോയിന്റ് ക്യൂ എന്നെടുക്കുന്നു. ഇവിടെ ഈ താഴോട്ട് വരുന്ന ഓരോ പോയിന്റിലും സ്പീഡ് വ്യത്യാസമാണ്. ഈ താഴോട്ട് വീഴുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് x = ½ gt² എന്ന് നമുക്കറിയാം. ഇതാണ് പൊസിഷൻ ടൈം ഇക്വേഷൻ. x = ½ gt². അത് ഞാൻ kt² എന്ന് എഴുതുകയാണ്. അവിടെ നമ്മൾ k എന്ന് പറയുന്നത് ½ g, അത് ഏകദേശം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഒരല്പ ടൈം കഴിയുമ്പോൾ ഇത് x = kt² ആണ്. അല്പസമയം കഴിയുമ്പോൾ ഇത് x+Δx = k × t+Δt² ആവും. അപ്പോൾ ടി ടൈമിൽ x, t+Δt x+Δx. ഇത് k × t² + 2t Δt+Δt². ബ്രാക്കറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ kt² + 2kt Δt + k Δt². x = kt² ആയിട്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. ഡെൽറ്റ x = 2kt Δt + k Δt². ഇനി ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ച് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ദൂരം, ഈ PQ ദൂരത്തിലുള്ള ആവറേജ് സ്പീഡാണ്. അത് ഡെൽറ്റ x/Δt എന്ന് എഴുതാം. = 2kt + k Δt എന്ന് വരും. ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0, ഈ ഡെൽറ്റ ടി തീരെ ചെറുതാവുമ്പോൾ ഈ പോയിന്റ് ഈ ക്യൂ എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്ത് നേരെ പിയുടെ അടുത്ത് വരും. അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആവുമ്പോൾ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 അടുക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഡെൽറ്റ x/Δt എന്ന് പറയുന്നത് പിയിലെ സ്പീഡാണ്. അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അത് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ലിമിറ്റ് ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ x/Δt = 2kt ഡെൽറ്റ ടി ഇല്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ k Δtയുടെ ലിമിറ്റ് എഴുതുകയാണ്. k Δt. ഇതിൽ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഉദാഹരണമായിട്ട് ഡെൽറ്റ ടി എന്നുള്ളത് ഞാൻ 0.0001 എന്ന് എടുക്കുകയാണ്. അപ്പോൾ k Δt എന്നുള്ള ക്വാണ്ടിറ്റി ഏതാണ്ട് 0.0005 എന്ന് വരും. t 1 ആകുമ്പോൾ ഇത് 10 ആവും. അതുമായിട്ട് നോക്കുമ്പോൾ തീരെ ചെറുതാണ്, അത് നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ ഇത് 2kt എന്ന് കിട്ടും. ഇത് ഡെൽറ്റ x/Δt ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പിയോട് തൊട്ടില്ല, ഒരു ക്ലോസ് ആയിട്ട് വരിക. അതുകൊണ്ട് അത് പിയിലെ സ്പീഡാണ്. അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇതിന് നമ്മൾ ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് dx/dt എന്ന് എഴുതാം. അപ്പോൾ dx/dt = നമുക്ക് 2kt Δt എന്ന് കിട്ടി. 2k dx/dt = 2kt എന്ന് വരും. അതാണ് dx/dt = 2kt. നമുക്ക് ഒരു കേസ് കൂടി ചെയ്ത് നോക്കാം. x = kt² ആണ്. ഇനി നമുക്ക് x = kt³ എന്നുള്ള സിറ്റുവേഷനിൽ x = kt³ ആണ്. ഇവിടെ നമുക്ക് x+Δx എന്നുള്ളത് k × t+Δt³ = k × t³ + 3t² Δt + 3t Δt² + Δt³ എന്ന് കിട്ടും. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ kt³ + 3kt² Δt + 3kt Δt² + k Δt³ എന്ന് കിട്ടും. ആവറേജ് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആവറേജ് സ്പീഡ് ഡെൽറ്റ x/Δt ഈക്വൽസ് ഡെൽറ്റ ടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 3kt² ആവും. 3kt² + 3kt
delta t plus k delta t squared. Instantaneous speed കണ്ടുപിടിച്ചു നോക്കാം. Instantaneous speed. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈക്വൽസ്, ഇതിൽ ആദ്യത്തിൽ ഡെൽറ്റ ടി ഇല്ല, സോ ആൻസർ ഇസ് 3kt സ്ക്വയർ പ്ലസ് ദിസ് വിൽ ബി ഡെൽറ്റ ടി ഈസ് വെരി ക്ലോസ് ടു 0, ഈ ടേം 0 ഈ ടേം 0, അതുകൊണ്ട് 3kt സ്ക്വയർ എന്ന് എഴുതുക. ഇത് ഡി എക്സ് ബൈ ഡി ടി എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ ഇത് ഡി എക്സ് ബൈ ഡി ടി എന്ന്, ഈ ക്വാണ്ടിറ്റി ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. dx by dt is equal to 3k t square. അപ്പോൾ നമുക്ക് t tends to 0 ആവുമ്പോൾ ഇവിടെ സ്പീഡ് dx by dt എന്നാവും 3k t square. ഇതാണ്. അപ്പോൾ x is equal to kt cube ആണ് പൊസിഷൻ ടൈം ഫംഗ്ഷൻ എങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് dx by dt is 3kt square ആണ്. നമുക്ക് ഒരെണ്ണം കൂടെ വർക്ക് ചെയ്ത് നോക്കാം. x is equal to kt ആണെന്ന് എടുക്കുക. x is equal to kt ആവുമ്പോൾ x plus delta x is equal to k into t plus delta t, ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ kt plus k delta t, എക്സും ktയും ക്യാൻസൽ ചെയ്യും. സോ ഡെൽറ്റ എക്സ് is equal to k delta t, delta x by delta t is equal to k or limit delta x by delta t as delta t tends to 0 is equal to k itself. So this is dx by dt is equal to k എന്ന് കിട്ടും. ഇവിടെ x is equal to kt എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ടൈം പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെ എക്സ് പൊസിഷൻ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്, ഒറിജിനിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത് വെലോസിറ്റി കോൺസ്റ്റന്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കോൺസ്റ്റന്റ് k ആണ്. അപ്പോൾ എക്സ് ഇസിക്കൽ ടു kt k അതിൻ്റെ യൂണിഫോം സ്പീഡാണ് തരുന്നത്. അടുത്ത കേസ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള സിറ്റുവേഷൻ എടുക്കുക. എക്സ് ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ടൈം, ഇത് ഒറിജിൻ ടി ടൈമിൽ എപ്പോഴും അതിൻ്റെ പൊസിഷൻ എക്സ് ഇസിക്കൽ ടു കെയിലാണ്. സോ ദ പാർട്ടിക്കിൾ ഈസ് ഫിക്സ്ഡ്. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇവിടെ ഫിക്സ് ചെയ്തേക്കാണ്. ഇറ്റ് ഡസൻ മൂവ്. ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എക്സ് ഇസിക്കൽ ടു കെ. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു കെ ഇറ്റ് സെൽഫ്. അപ്പോൾ എക്സും കെയും ക്യാൻസൽ ചെയ്യും. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 and delta x by delta t is equal to 0. So limit delta x by delta t as delta t tends to 0 is equal to 0. This is dx by dt. So dx by dt is equal to 0. This is obvious. കാരണം പാർട്ടിക്കിൾ എപ്പോഴും ഈ പൊസിഷനിലാണ്, ഫിക്സ്ഡ് ആണ്. പൊസിഷൻ ഫിക്സ്ഡ് ആകുമ്പോൾ വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എല്ലാം ഒന്ന് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു കെ ആവുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കെയിൽ dx by dt is equal to 0 and x is equal to kt ആവുമ്പോൾ dx by dt is equal to k എന്ന് വരും. കോൺസ്റ്റന്റ് x is equal to kt square, dx by dt gives k into 2t. അപ്പോൾ t square വരുമ്പോൾ 2t ആയി. x is equal to kt cube, then dx by dt is equal to k into 3t square. Guess ചെയ്യാം. If x is equal to kt raised to 4, അപ്പോൾ dx by dt എന്ന് പറയുന്നത് നമുക്ക് k into 4t cube എന്ന് വരും. അപ്പോൾ t raised to 4 ആകുമ്പോൾ 4t cube, kt cube ആകുമ്പോൾ 3t, k കോൺസ്റ്റന്റ് അതുപോലെ വരും. സോ ഇൻ ജനറൽ if x is equal to kt raised to n, dx by dt is equal to k into nt raised to n minus 1. അപ്പോൾ ഈ പ്രോസസ്സ് എക്സ് ഇസ് ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് ടി, എക്സ് ഇസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ടി എന്ന് തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഈ രീതിക്ക് ഡിഫറൻസിയേഷൻ എന്നാണ് പറയുന്നത്. ഫങ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയും. കിട്ടിയ റിസൾട്ട് ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു കെ ടി റേസ് ടു എൻ. ജനറലി സ്പീഡ് ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ടി റേസ് ടു എൻ മൈനസ് 1. ഇതിന് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നു. അതിൽ ഇവിടെ ഈ ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, കോൺസ്റ്റന്റ് 0 ആണ്. കോൺസ്റ്റന്റ് 0, കെ ടി ആകുമ്പോൾ കെ കോൺസ്റ്റന്റ് അതുപോലെ എഴുതുന്നു, ടിയുടെ 1 ആവും. കെ ടി സ്ക്വയർ ആകുമ്പോൾ കെ ഇൻറ്റു ടി സ്ക്വയർ 2t, കെ ടി ക്യൂബ് 3t സ്ക്വയർ, കെ ടി റേസ് ടു 4, 4t റേസ് ടു 3. ആൻഡ് ഇഫ് x is equal to kt raised to n, in that case dx by dt is equal to k into nt raised to n minus 1.
അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഫംഗ്ഷൻ തരാവുന്നുണ്ടെങ്കിൽ എക്സ് ഇൻ ടി എന്നുള്ള ഫംഗ്ഷൻ തരാവുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഒരു പോയിന്റിലെ സ്പീഡ്, ടി ടൈമിലെ സ്പീഡ് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് നമ്മൾ സാധാരണ സ്പീഡോമീറ്റർ തരുന്നത് ഇത് തന്നെയാണ്. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ആ നോക്കുന്ന നിമിഷം ആ ഇൻസ്റ്റന്റിലെ സ്പീഡാണ് തരിക. വേണമെങ്കിൽ അത് dx/dt എന്ന് വിളിക്കാം. അത്ര കൃത്യമല്ല എങ്കിലും അത് dx/dt ആയിട്ട് കണക്കാക്കാം. അപ്പോൾ വാഹനങ്ങളുടെ സ്പീഡോമീറ്ററിന്റെ പോയിന്റർ തരുന്നത് സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓർ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അതൊരു ഫംഗ്ഷൻ തരാവുന്ന എക്സും ടി എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തി അതിൽ നിന്ന് dx/dt കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒന്ന് രണ്ട് പരിചയമുള്ള ഉദാഹരണങ്ങൾ തന്നെ നോക്കാം. ഒന്ന് s = ut + ½ at². നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് ഞാൻ ആ സിമ്പിൾ മാറിയെന്നേ ഉള്ളൂ. ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എസ് എന്ന് എഴുതി, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടി മാറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ds/dt നമുക്ക് ചെയ്ത് നോക്കാം. ds/dt ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ച റൂൾ ആൻഡ് യു ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇത് കെക്ക് പകരമായിട്ട് വരുന്ന ക്വാണ്ടിറ്റി ആണ് ഇവിടെ യു. ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ്, ഇത് കെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. ഇൻറ്റു ടിയുടേത് 1 എന്ന് എഴുതാം. പ്ലസ് ½ ഈസ് കോൺസ്റ്റന്റ് ഇൻറ്റു t²ൻ്റെത് നേരത്തെ നമ്മൾ ചെയ്തതാണ് 2t എന്ന് വരും. അപ്പോൾ ഇത് u + at എന്ന് വരും. ഇത് നമുക്ക് പരിചയമുള്ളതാണ്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. നമ്മൾ v എന്നുള്ളത് v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ ടൈം ഫംഗ്ഷൻ തന്നാൽ വീണ്ടും നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ പരിചയമുള്ള ഒരു റിസൾട്ടാണ്. ഇനി ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതാം. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ ടൈം ഇങ്ങനെയാണ്: x = a0 + a1t + a2t² + a3t³ എന്നുള്ളൊരു പൊസിഷൻ ടൈം ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഒരു നിമിഷം ഉള്ള സ്പീഡ് നമുക്ക് ഡിഫറൻസിയേഷൻ ഉള്ള പ്രോസസ്സ് ചെയ്യാം. നമ്മൾ പഠിച്ച റിസൾട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്ത് സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് കണ്ടുപിടിക്കാം. dx/dt = a0 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 + a1 കോൺസ്റ്റന്റ്. ഇത് നമ്മൾ നേരത്തെ k എന്ന് എഴുതിയത് കോൺസ്റ്റന്റ്. ടിയുടേത് 1 എന്ന് വരും. പ്ലസ് a2 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു t²ൻ്റെത് 2t പ്ലസ് a3 കോൺസ്റ്റന്റ് t³ 3t² എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a1 പ്ലസ് 2a2t പ്ലസ് 3a3t² എന്ന് കിട്ടും. ഇതാണ്. ഇനി ഇതുപോലെ നമുക്ക് ഫിസിക്സിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇതുപോലെ വരുന്നുണ്ട്. നോക്കാം. നമുക്കറിയാം മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ m × mass × velocity, m × v, mass × velocity. Momentum is the quantity of motion which is given by product of mass and velocity. ഇത് ഞാൻ dp/dt കണ്ടുപിടിക്കുകയാണ്. ഈ ചെയ്ത ഡിഫറൻസിയേഷൻ പ്രോസസ് ചെയ്യുന്നു. ഇവിടെയും d/dt ഓഫ് m × v എന്ന് എഴുതുന്നു. മാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നേരത്തെ k എന്ന് കണ്ടതുപോലെ m കോൺസ്റ്റന്റ് ആണ്. മാസ് അത് ബോഡി, അത് m എന്ന് എഴുതും. പിന്നീടുള്ളത് dv/dt ആണ്. dv/dt എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയും a. dv/dt അതും ലിമിറ്റ് Δv/Δt as Δt tends to 0 ആണ്. ഇത് നമുക്ക് ആക്സിലറേഷൻ എന്ന് എഴുതാം. അപ്പോൾ m × ആക്സിലറേഷൻ വെക്ടർ, ഇത് നമ്മൾ f എന്ന് എഴുതും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് F = ma എന്നുള്ളത് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആംഗുലർ മൊമെന്റ് L = I × omega. ആംഗുലർ മൊമെന്റ് L = മൊമെന്റ് ഓഫ് ഇനേർഷ്യ × ആംഗുലർ വെലോസിറ്റി. ഇവിടെ നമുക്ക് dl/dt കണ്ടുപിടിച്ച് നോക്കാം. ആക്ച്വലി ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. dl/dt കണ്ടുപിടിച്ച് നോക്കാം. സോ I × d⍵/dt. ഇത് നമ്മൾ ടോർക്ക് ടൗ എന്ന് എഴുതും. ഇത് I∝ എന്ന് എഴുതാം. ഇത് ന്യൂട്ടൺ സെക്കൻഡ് ലോ റൊട്ടേഷണൽ മെക്കാനിക്സിൽ എഴുതുക. ടോർക്ക് ടൗ = I∝. I is the moment of inertia and alpha is the angular acceleration. Now we take some examples for uniform circular motion. And this is center of the circle O, and we take a small arc AB of length S. Radius is R, and this angle is theta. The angle in theta, angle in radian, angle theta is in radian, which is defined as arc length by radius. Therefore, S is equal to r theta on cross multiplication. ഇത് എങ്ങനെ കിട്ടും? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ds/dt is equal to r കോൺസ്റ്റന്റ് ആണ്, r into differentiate theta d theta/dt. This is linear velocity v, this is r, this is angular velocity omega. So we have this result v is equal to r omega. Again, I am differentiating this result. നോക്കാം, v is equal to r omega. So dv/dt is equal to r d omega/dt, which is r alpha. This is angular acceleration alpha, this is linear acceleration. This is another relation. So these are the results we immediately obtained from differentiation, and we found out if you have a function, we can find out the rate at a point. The rate at a point is called derivative in general.
But in the case of speed, if you find the speed of a particle at an instant, it is called dx by dt. The idea can be generalized, and we apply this concept of differentiation throughout.